ഉറപ്പിച്ചു മുതലാളി, കല്യാണം ഉറപ്പിച്ചു. മന്ത്രിസഭയിൽ ആളെടുക്കണ മാതിരി എല്ലാരും കൂടെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും തുലാം 16 അങ്ങ് ഉറപ്പിച്ചു. തുലാം 16 നല്ല നാളാ. അതിനും നല്ല നാളാ നിന്റെ അമ്മയുടെ 16. അതായാലും മതിയല്ലോ. വാ, പുറത്ത് തീയതി നിശ്ചയിക്കുമ്പോ അകത്ത് പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവളുടെ ആഭരണങ്ങൾ കണ്ട് രസിക്കുകയായിരുന്നു. ഏട്ടന് തൃപ്തിയായല്ലോ. ഇത്രയും കാലം അളിയനോട് യുദ്ധം ചെയ്തിട്ടും നാരായണ മാഷ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് വെറുതെ ഉണ്ടാക്കി കമ്മല് തന്നെ 7 പവനാ. 7 പവനാ? 7 പവനോ? നിങ്ങളെ നന്നായി അറിയുന്നോട് ചോദിക്കുക. മുമ്പ് വന്ന കല്യാണങ്ങളൊക്കെ കലക്കിയതുപോലെ ഈ കല്യാണം കലക്കണമെന്ന് വല്ല ചിന്തയുണ്ടോ? കലക്കൂല, പക്ഷെ ഇതും കലങ്ങും. ഞാൻ പറയുന്നതിനെതിര് പറയാതെ ചിന്നൻ അങ്ങോട്ട് കേൾക്കുക. എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരു കണിയാനെ ഒരു കാര്യത്തിന് രാവിലെ കാണേണ്ടി വന്നു. തുലാം 16. കാലത്ത് 10നും 11നും ഇടയിൽ സകല വൈരാഗ്യങ്ങളും മറന്ന് തുമ്പശ്ശേരിക്കുറുപ്പിനും ചിന്നക്കുറുപ്പിനും ഒന്നാകാൻ ഇതിലും നല്ലൊരു മുഹൂർത്തം എനിക്ക് കിട്ടില്ലെന്ന് അയാൾ പറഞ്ഞേ. ചിന്ന, നമ്മളായിട്ട് ആ മുഹൂർത്തം കളയണോ? കളയണ്ട. ചിന്ന, ആയ കാലത്ത് നമ്മൾ അന്യോന്യം ഒരുപാട് പാലം വലിച്ചിട്ടുണ്ട്. പാലത്തേന്ന് തെന്നി നമ്മൾ രണ്ടാളും താഴെ വീണിട്ടുമുണ്ട്. ഈ ഒരു ബന്ധത്തോടെ നമ്മുടെ പാവങ്ങൾ നമുക്ക് കഴുകിക്കളയാം. എന്താ, നമുക്കതങ്ങ് നടത്തിക്കൂടെ? നടത്തിക്കൂടെ? തുലാം 16 നല്ല നാളാ. അതെ, എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു നിശ്ചയം നടത്താം. അന്ന് തന്നെ മോതിരവും മാറാം. മാറാം. ശത്രുക്കളായി ഇങ്ങനെ എന്നും ജീവിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ മനുഷ്യജന്മം എടുത്തിട്ട് എന്താ കാര്യം? നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ? അത്തരമൊരു ചിന്ത തുമ്പശ്ശേരിക്കും തോന്നി തുടങ്ങിയെങ്കിലേ എനിക്കിനി രണ്ടിലൊന്നും ആലോചിക്കാനില്ല. തുലാം 16 രുക്മിണിയുടെ കഴുത്തിൽ ചന്ദ്രപ്പൻ താലി കെട്ടും. നമ്മൾ ബന്ധുക്കളാവും. എന്താ? സത്യം പറഞ്ഞാലേ ഇപ്പോഴൊന്ന് ആശ്വാസമായത്. രുക്മിണി മോളെ വത്സലയ്ക്ക് ജീവനാ. കിട്ടുമെന്ന് ഉറപ്പായാലേ ഇവിടെ വന്ന് കാണുമെന്ന വത്സല പറഞ്ഞത്. തുമ്പശ്ശേരി കുറുപ്പിന് എന്നെ വിറ്റോണ്ടിരിക്കുക. ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല. ഞാൻ മരിക്കും. സത്തായിട്ട് തീ കൊടുത്ത് മരിക്കും. എന്റെ കുഞ്ഞിനെ കുരിശു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാവും പോയത്. തുലാം 16 വൃശ്ചികം 16 ഒന്നും അവൾക്ക് വേണ്ടെങ്കിലോ? ഈ തള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ? താൻ എനിക്കൊരു സഹായം ചെയ്യണം ചിന്ന. തന്റെ പഴയ പത്തായപ്പര പൂട്ടിക്കിടക്കുകയല്ലേ. എനിക്കത് കുറച്ചു മാസത്തേക്ക് വാടകയ്ക്ക് തരണം. ചന്ദ്രപ്പന് വേണ്ടി ഏട്ടന് ബിസിനസ് തുടങ്ങാൻ പോവാ. കല്യാണമൊക്കെ വരില്ലേ? ചന്ദ്രപ്പന് വേണ്ടി ഒരു വിദേശ ബിസിനസ്. നമ്മുടെ അപ്പൂപ്പന്റെ കാലത്തെ ചെല്ലപ്പെട്ടി എടുത്ത് തൂത്തു തുടച്ച് വൃത്തിയാക്കി അത് ബാംഗ്ലൂരോ ഹൈദരാബാദിലോ കൊണ്ടുപോയി വിറ്റാൽ അപ്പൂപ്പന്റെ അപ്പൂപ്പനേക്കാൾ വില കിട്ടും. അത് അവിടുന്നും പറഞ്ഞു യൂറോപ്പിലെത്തുകയാണെങ്കിൽ പിന്നെ പിടിച്ചാ കിട്ടാത്ത വിലയാണോ? അതാ എന്റെ ബിസിനസ്. ഏട്ടന്റെ കയ്യിലും ധാരാളം ഉരുപ്പടികളുണ്ട്. അങ്ങനെ ഇങ്ങനെ വിലക്ക് വാങ്ങിയതേ. അതൊക്കെ സൂക്ഷിക്കാൻ ഐശ്വര്യമുള്ള സ്ഥലം വേണം. പ്രമാണം എഴുതി വാടകയ്ക്ക് തന്നാ മതി. രുക്മിണി ആലോചിച്ച് തരണ്ട. അങ്ങനെ നേട്ടം വാങ്ങത്തില്ല. ഇതാ തന്നിരിക്കുന്നു. ഇതിലേതാണോ തന്റെ പത്തായപ്പര? ഏട്ടൻ തൊട്ടതന്നെ. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് നാണം കെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അവരെന്താ കാര്യമായിട്ട് സംസാരിക്കാം. എനിക്ക് അവനെ ഒന്ന് കാണണം. ഞാൻ പോവും. എന്താ നീ ചെയ്യാൻ പോണത്? അങ്ങോട്ട് ഒറ്റയ്ക്ക് നാണം കെടുത്താൻ ഒരുമ്പെട്ട തള്ളിയും മോളും മനസ്സമാധാനത്തോടെ ഇതിനകത്ത് കഴിയില്ല. തുമ്പശ്ശേരിക്കാർക്ക് എന്താടി ഒരു കുറവ്? നേരാവണ്ണം നിന്ന അന്തസ്സിൽ കല്യാണം കഴിച്ചു പോവാം. തള്ളയ്ക്ക് സദ്യ ഉണ്ണാം. അതല്ല എന്നെ ചവിട്ടി അരച്ച് പോവാന്ന് വിചാരിച്ചാ രണ്ടിവിടെ കരഞ്ഞു ചാകും. മനസ്സിലാക്കിക്കോ. എന്റെ അമ്മ കസേരയുടെ വടി കൊണ്ട് തല്ലുകൊള്ളാൻ ഞാൻ എന്ത് പാപം ചെയ്ത്? അവൾക്ക് കുറിപ്പിനെ ആലോചിച്ചത് ഞാനാണോ? പത്തായിപ്പുര വാടക കൊടുത്തത് ഞാനാണോ? സൂക്ഷിച്ചിരുന്നു. തരം കിട്ടിയ വളം വെച്ച് കൊടുത്ത് അമ്മ അവളെ കൊണ്ട് നിങ്ങളെ തല്ലിക്കും. നമുക്ക് കുട്ടികളില്ലാത്തത് ജനിക്കാതെ പോയ അവരുടെ ഭാഗ്യം. ജനിച്ചിരുന്നെങ്കിൽ അവർക്ക് തല്ല് കിട്ടിയെന്നെ.
ആ എവിടുന്നോ ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ട പോലെ തോന്നി. അച്ഛൻ കേൾക്കണ്ടോ? എനിക്ക് ആ പ്രായം കഴിഞ്ഞു. ഇനി കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായി? എന്തോന്ന് മനസ്സിലായി? അസുഖം മനസ്സിലായി. വല്ലവരും മനസ്സിലുണ്ടെങ്കിൽ പറ, അച്ഛൻ വഴി കാണാം. എനിക്ക് ആരുമില്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കണേ? നിന്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യത്തെ കത്ത് കൊടുക്കണത് എന്റെ എത്രാമത്തെ വയസ്സിലാണെന്ന് നിനക്കറിയോ? അറിയാം. ആ അമ്മ ആ കത്ത് രാമായണത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ, ആ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനത് രാമായണത്തിൽ നിന്ന് എടുത്ത് എന്റെ ഡ്രോയിങ് ടീച്ചർക്ക് കൊടുത്തു. ഉവ്വോ. ആ. ആ. അച്ഛന് കിട്ടേണ്ട അടി അന്ന് എനിക്കാ കിട്ടിയത്. ആ. ലവ് ലെറ്റർ എഴുതാൻ അച്ഛൻ വളരെ വീക്കാ. അങ്ങനത്തെ ഒരു കത്ത് എഴുതിയാലൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾ വീഴില്ല അച്ഛാ. അമ്മ വീഴും. ഇനി വീഴൂന്ന് ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ അതുപോലെ ഒരെണ്ണം എനിക്ക് എഴുതിത്താ. ഞാൻ ആർക്കെങ്കിലും കൊടുത്തു നോക്കാം. ആ, എന്താ ചെറിയമ്മയും മോളും കൂടി ഒരു സ്വർണ്ണ കച്ചവടം? ദിനകരൻ രാധയ്ക്ക് വാങ്ങിയ കമ്മല് മാഷ കണ്ടില്ലല്ലോ. എവിടെ? ഈ സ്വർണത്തിന് അവനൊരു താലി വാങ്ങിയിരുന്നെങ്കിൽ ഒരാളെ കണ്ടുപിടിച്ച് തുലാം 16-ന് അവന്റെയും കല്യാണം നടത്തായിരുന്നു. വല്ലവരും മനസ്സിലുണ്ടോന്ന് ചോദിച്ചപ്പോ എന്നോടൊരു കത്ത് എഴുതി കൊടുക്കാനാ അവൻ പറഞ്ഞത്. ഞാൻ അവനൊരു കത്ത് എഴുതാൻ പോവാ. കത്തെഴുതാൻ വന്നിട്ട് മാഷ് എന്താ ഈ നേരത്തെ ഏടത്തിയുടെ പെട്ടി തുറക്കണേ? ഒക്കെ രാധയുടെ കല്യാണത്തിന് ഒരു കൂട്ടി വെച്ച ആഭരണങ്ങളാ. ആ. അമ്മിണിയുടേതാ കൂടുതലും. സർവാഭരണ ഭൂഷിതയായി അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഇവളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അമ്മിണി എപ്പോഴും എന്നോട് വന്ന് പറയും. മോൾ ഇതൊക്കെ എന്നിട്ട് അച്ഛനൊന്ന് കാണട്ടെ. ഇങ്ങ് തന്നെ, ഞാൻ ഇടിക്കാം. എണ്ണി നോക്കാൻ ഒന്നുമില്ല. എല്ലാം കൂടി 101 പവന് 7 പവന്റെ കുറവേ ഉള്ളൂ. സ്വർണം കൊണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കിയോളെന്ന് ഞാൻ ആലോചിക്കണേ. എന്നാ പിന്നെ ഒരു പേഴ്സും കൂടി ആയിക്കോട്ടെ. ഉം. വെറുതെ അന്തസ്സിന് ഗമ കാട്ടി കയ്യിൽ പിടിക്കാലോ. ഉം. ഓ ഈ ചെക്കൻ ഇങ്ങട് കൊണ്ടാ. ഈ ചെറിയമ്മയ്ക്ക് സ്വർണം കണ്ട പ്രാന്താ. പ്രാന്തല്ലടാ പ്രാന്ത. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ആ ഇന്നത്തെ നൈറ്റ് ഇത്രേ ഉള്ളൂ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇതെന്തോന്ന് സ്റ്റേഷൻ? അവിടെ കള്ളന്മാരൊന്നും ഇല്ലേ? വിശന്നാ ഞങ്ങള് കള്ളന്മാരെയാണോ പിടിക്കുന്നത്? ദോശ ഉണ്ടാക്കട്ടെ? ഉണ്ടാക്കിക്കോ, 10 15 ഉണ്ടാക്കിക്കോ. എന്തത്? എന്താടി ഒരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? അങ്ങനെ ഒരു ശബ്ദം. അത് ഈ ദോശയുടെ ആയിരിക്കും. നിന്റെ ദോശക്ക് ഇത്രയും വലിയ ഷൂവോ? അതല്ല. മാഷേ, ആരാ അത്? അമ്മിണിയോ? മാഷേ, അമ്മിണിയല്ലല്ലോ, പിന്നെ ആരാ? എന്താ എന്താ? എന്തോ ഒരു ശബ്ദം കേട്ടില്ല മാഷേ. ശബ്ദോ? ആരാ? എന്താ എന്താ എന്താ? എന്താടോ? പിടിക്ക്. എന്താ എന്താ? പേടിക്കണ്ട പേടിക്കണ്ട, ആരും വന്നിട്ടില്ല, വെറുതെ ബഹളം ഉണ്ടായില്ല. എന്റെ ഈശ്വരാ,